ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു കുഞ്ഞു ചെടി, നമ്മളൊക്കെ അവഗണിച്ച് വിടുന്ന ഒരു കുഞ്ഞു ചെടി. ആ ചെടിയെക്കുറിച്ച് ഞാൻ ഈ അടുത്തിടെ ഇതിനെ കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ അറിഞ്ഞ ചില വിവരങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതാണ്, ഈ കാണുന്നതാണ് ആ ചെടി. നിലപ്പന എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ പല നാട്ടിൽ പല പേരായിരിക്കും പറയാ. നിലപ്പന എന്ന് പറയുന്ന ഈ കുഞ്ഞു ചെടി, ഇതിനെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നിലപ്പന. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നിലപ്പന എന്ന് പറയുന്നത് എന്നുള്ളത്. കാരണം ഒരു പനയുടെ മിനിയേച്ചർ രൂപമാണ് ഇതിന്. ഇതിന് ഹിന്ദിയിൽ പറയുന്ന പേര് കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. മുസ്ലി എന്നാണ് ഇതിന് ഹിന്ദിയിൽ പറയുന്നത്. ഇതിന്റെ താഴത്തേക്ക് കിഴങ്ങ് രൂപത്തിൽ ഇങ്ങനെ വളർന്നു നിന്നിട്ടുണ്ടാവും. പിന്നെ ഇതിന്റെ പൂവിന് ഒരു മഞ്ഞ കളറാണ്, ചെറിയൊരു പൂവാണ്, മഞ്ഞ കളറുള്ള പൂവാണ്. ഇതിന് ഒരു കായുണ്ട്, ചെറിയൊരു ക്യാപ്സ്യൂള് പോലെ ഒരു ചെറിയ ഒരു കായ് ഇതിനകത്തുണ്ടാവും. ഇതിപ്പം ഇതിൽ കാണാനില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ കുറെ നോക്കി കണ്ടില്ല. കായയുടെ ഉള്ളിലൊരു കറുത്ത ഒരു വിത്തുണ്ടാവും. ഇത് വളരെ ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. ഇതിന്റെ കിഴങ്ങ് സാധാരണ കിഴങ്ങാണ് ഔഷധത്തിൽ മുമ്പിൽ നിൽക്കുന്നത്. മഞ്ഞപ്പിത്തത്തിനൊക്കെ ഇതിന്റെ കിഴങ്ങ് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റി. ഇത് പാലില് ഇതിന്റെ കിഴങ്ങ് അരച്ച് ചേർത്തിട്ടാണ് മഞ്ഞപ്പിത്തത്തിന് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ പിന്നെ ആരും ഇങ്ങനെയുള്ള ചെടികളെ കുറിച്ചൊന്നും കൂടുതൽ ബോധവാന്മാരല്ലാത്ത കാരണം ആരും അതൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ചുമയ്ക്ക് നല്ലൊരു മരുന്നാണ് ഇതിന്റെ ഇല കഷായം വെച്ച് കുടിക്കുന്നത്. പിന്നെ ഇതിന്റെ കിഴങ്ങ് പൊടിച്ചിട്ട് സാധാരണ പാലിലൊക്കെ ചേർത്ത് സാധാരണ കഴിക്കാറുണ്ട്. ദിവസം രാവിലെ അങ്ങനെ കഴിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. പിന്നെ അതുപോലെ തന്നെ എണ്ണ തേച്ച് കുളിക്കുന്ന പതിവുണ്ടായിരുന്ന പണ്ട് കാലങ്ങളിൽ എണ്ണ കാച്ചാൻ ഉപയോഗിച്ചിരുന്നത് ഇതും കൂടെയാണ്. ഇതും എണ്ണ കാച്ചുന്നതിന്റെ കൂടെ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇതില് ഇതിന്റെ സമൂലം ചേർത്ത് ഒരു കഷായം ഉണ്ടാക്കുന്നുണ്ട്. മുസലി ഗതിരാതി എന്നാണ് അരിഷ്ടത്തിന്റെ പേര്. ഇത് സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ ഉത്തമമാണ്. ഈ വെള്ളപോക്ക്, അമിത രക്തസ്രാവം, അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ഇത് വളരെ ഉത്തമമാണ്. പിന്നെ പ്രധാനപ്പെട്ടുള്ള സംഗതി എന്താ വെച്ചാൽ, ഇതിന്റെ കിഴങ്ങ് കുഴിച്ചെടുത്ത് നന്നായിട്ട് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ ചുക്കുവെള്ളപ്പൊടി വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരം ഇതിന്റെ കിഴങ്ങ് ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ആ വെള്ളം സ്ഥിരമായിട്ട് കുടിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സാധാരണയായിട്ട് ഇപ്പൊ പൊതുവെ കണ്ടുവരുന്ന ഒരു അസുഖമാണ് മൂത്രക്കടച്ചിൽ അല്ലെങ്കിൽ മൂത്ര ചുടിച്ചിൽ എന്നൊക്കെ പറയുന്നുള്ള ആ അസുഖത്തിന് ഇത് വളരെ ഉത്തമമാണ് എന്ന് കാരണന്മാർ പറയണ്ടായി. അപ്പോൾ അവര് ഒന്നുമില്ലാതൊന്നും കാര്യങ്ങൾ പറയില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഇനിയും ഒരുപാടുണ്ടാവും, ഞാൻ പറയാത്തത് ഒരുപാടുണ്ടാവും. അത് നിങ്ങൾക്കറിയുന്നതാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.